നമസ്തേ, മെൻറ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കഴിഞ്ഞ എഡിഷൻ്റെ ബാക്കിയാണ്. കഴിഞ്ഞ എഡിഷനിൽ നമ്മൾ എങ്ങനെ സമയത്തെ സംരക്ഷിക്കാമെന്ന് കണ്ടു. ഇനി നമുക്ക് എനർജിയെ, ഊർജത്തെ സംരക്ഷിക്കാമെന്ന് കാണാം. ഇതിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം പങ്കുവയ്ക്കട്ടെ. നിങ്ങൾ കുറേ ആളുകൾ നമ്മുടെ കൊല്ലം എറൈസിലേക്ക് ലൈവ് പ്രോഗ്രാമിലേക്ക് ബുക്ക് ചെയ്തു. താങ്ക് യു സോ മച്ച്. നമുക്ക് കൊല്ലത്ത് കാണാം. ഗംഭീരമായ അനുഭവമായിരിക്കും. നിങ്ങൾ ഇന്നേ വരെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്തൊരു അനുഭവത്തിന് വേണ്ടി തയ്യാറെടുക്കുക. ജൂലൈ മാസം 11-ാം തീയതി കൊല്ലം എറൈസ് പ്രോഗ്രാം. അതിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് ടു ദ സബ്ജക്റ്റ്, എനർജി, ഊർജം. നോക്കൂ, ഞാൻ ഒത്തിരി ഫിലോസഫി ഒന്നും പറയുന്നില്ല. ഈ ഊർജത്തെ സംബന്ധിച്ച് നിങ്ങൾ 3 കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ഒന്ന്, നിങ്ങളിൽ തന്നെ. കാരണം നിങ്ങൾ തന്നെ നിങ്ങളുടെ എനർജി ചോർത്തിക്കളയും. നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ ചോർത്തിക്കളയും. 2, നിങ്ങളുടെ ചുറ്റുപാടുകൾ. 3, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ. ഇതിൽ 3ലും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എനർജി ഉണ്ടാവില്ല. ഇപ്പോൾ ഒരുപാട് സമയമുണ്ടെന്ന് കരുതട്ടെ, നിങ്ങൾക്കൊരു എനർജി ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാ കാര്യങ്ങളെയും നാളത്തേക്ക് നീട്ടിവെക്കും, അല്ലേ? പ്രോക്രാസ്റ്റിനേഷൻ നിങ്ങളുടെ പലരുടെയും പ്രശ്നം ഈ മാറ്റിവെക്കുന്ന ശീലമാണ്. എന്നാൽ നിങ്ങൾ ഹൈ എനർജി നിൽക്കുകയാണ്, അല്ലേ? പ്രോക്രാസ്റ്റിനേഷൻ ഒരു പരിധിവരെ നിങ്ങളെ ബാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഈ ഊർജ നഷ്ടമാണ് പലപ്പോഴും ഇങ്ങനത്തെ പ്രോസസ്സിലേക്ക് നിങ്ങൾ നയിക്കുക. അങ്ങനെയെങ്കിൽ ഈ ഊർജ്ജത്തെ എങ്ങനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ചിന്തകൾ. പലപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിൽ പെട്ടുഴറുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. എന്നാൽ നമ്മളെ പുറകോട്ട് പിടിച്ച് വലിക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ പാസ്റ്റിൻ്റെ അതിലെ തോൽവികൾ, പരാജയങ്ങൾ, സങ്കടങ്ങൾ, ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തലുകൾ, ഇതൊക്കെ നമ്മളെ എന്ത് ചെയ്യും? ചിന്തകൾ വന്ന് അപ്പോൾ നമ്മളെന്താവും? ഡിപ്രസ്ഡ് അടിച്ച് അങ്ങനെ ഇരിക്കും. ഇനി ചിലപ്പോൾ ഇതേ സ്ഥാനം തന്നെ ഭാവിയിലും ചിലപ്പോൾ നിങ്ങൾക്കൊരു ജപ്തി നോട്ടീസ് വന്ന് നടക്കുന്നു, കുട്ടികളുടെ കല്യാണം വന്നിരിക്കുന്നു, വിദ്യാഭ്യാസം വന്നിരിക്കുന്നു, പെരമണി ഒന്നും ആയില്ല, ക്യാഷ് അറേഞ്ച് ചെയ്യണം. അത്തരം ചിന്തകൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് പൈസയുടെ കാര്യത്തിൽ മാത്രമല്ല, ബന്ധങ്ങളിൽ വിള്ളലുണ്ടെങ്കിൽ, ഇപ്പോൾ കുടുംബ കലഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജി പൊതുവെ കുറവായിരിക്കും. അപ്പോൾ ഇനി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജി പൊതുവെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ നമ്മുടെ എനർജിയെ, ഈ ചിന്തകൾ, ഇതിനെക്കുറിച്ചുള്ള ചിന്തകളെ ലാളിച്ച് നമ്മളെ പുറകോട്ട് വലിക്കും. അപ്പോൾ നമ്മുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്നതിൽ ഒരു പ്രധാന വില്ലൻ ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്, നമ്മുടെ ചിന്തകൾ തന്നെയാണ്. ഓക്കെ. ഇനി രണ്ടാമത്, നമുക്ക് ചുറ്റുപാടുകൾ. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ല പോസിറ്റിവിറ്റി, അല്ലെ? നിങ്ങൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ആണോ തോന്നുക, പോസിറ്റിവിറ്റി ആണോ തോന്നുക? അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്, അല്ലേ? ഒരു വൈബ്രേഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ചുറ്റുപാടുകളുടെ എനർജി എന്നും. എന്നാൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴോ, ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ, ഒരു മരിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എനർജിയാണോ തോന്നുക? അല്ല, നിങ്ങൾ പോലും അറിയാതെ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ചുറ്റുപാടുകളെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടൊരു ചുറ്റുപാടാണ്, നിങ്ങളുടെ ഓഫീസ് ഒരു ചുറ്റുപാടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സെൻ്റർ ഒരു ചുറ്റുപാടാണ്. അവിടെ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, അവിടെ ഈ പൊട്ടിക്കിടക്കുന്ന കണ്ണാടി, പാത്രങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തുനിന്ന് കളയണം. മാറാലകൾ, അതൊക്കെ എല്ലാം അടിച്ച് നിങ്ങൾ വൃത്തിയാക്കണം. കാരണം ഈ നെഗറ്റിവിറ്റി കയറുന്നത് നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. നിങ്ങൾ വിഷ്വലി ഒരു സാധനം കാണുമ്പോൾ, ഒരു നിലച്ച ക്ലോക്ക്, നിശ്ചലമായ ക്ലോക്ക്, ഈ എന്താ പറയുക, ചപ്പ് ചവറുകൾ, ഇതൊക്കെ വിഷ്വലി കണ്ണിലൂടെ നിങ്ങളുടെ കണ്ണിലേക്ക് നെഗറ്റിവിറ്റി കയറുകയാണ്. ഇനി അടഞ്ഞു കിടക്കുന്ന ഒരു മുറി, ദുർഗന്ധം വമിക്കുന്ന ഒരു സ്ഥലം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മൂക്കിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് നെഗറ്റിവിറ്റി കയറുകയാണ്. അതേപോലെയാണ് പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കുക. ഇതൊക്കെ നാവിലൂടെ നെഗറ്റിവിറ്റിയുടെ, ചുറ്റുപാടുകളിൽ നിന്ന് നെഗറ്റിവിറ്റി ഉള്ളിലേക്ക് കയറുന്ന സാധനങ്ങളാണ്. ഇറിറ്റേറ്റിംഗ് സൗണ്ട്സ്, ഇതെല്ലാം ഇപ്പോൾ ഈ ബെയറിങ് പോയ ഫാനില്ലേ, അതിൻ്റെ ശബ്ദം, ഇതെല്ലാം കാതിലൂടെ നിങ്ങൾ. അതേപോലെ തന്നെയാണ് സ്പർശനങ്ങൾ, നിങ്ങൾ തൊടുന്ന സാധനങ്ങൾ, പൊടി, അഴുക്ക്, ഇതെല്ലാം നോക്കൂ. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറുന്നത് ഇതിൻ്റെ മാലിന്യങ്ങൾ മാത്രമല്ല, നെഗറ്റീവ് എനർജി കൂടിയാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പ്രെമിസസിൽ നിന്നും ക്ലിയർ ചെയ്യണം. പകരമോ നിങ്ങൾക്ക് സുഗന്ധം കൊടുക്കാൻ, പുകയ്ക്കൂലേ, നല്ല പുകയ്ക്കൽ, അത് ഏറ്റവും നല്ലത് പച്ചക്കർപ്പൂരമാണ്. പച്ചക്കർപ്പൂരം അല്ലെങ്കിൽ ഡിഫ്യൂസർ വെച്ചിട്ട് അതിൽ എസൻഷ്യൽ ഓയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നല്ല സുഗന്ധം കൊടുക്കാം. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ മൂക്കിലൂടെ കയറുന്നുണ്ടാവും. നിങ്ങൾക്ക് നല്ല കാഴ്ചകൾ, വീട് അടിച്ച് വൃത്തിയാക്കി അവിടെ നിങ്ങൾ ചെറിയ ക്യൂരിയോസൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഭംഗിയാക്കുമ്പോൾ പോസിറ്റീവ് ഊർജ്ജം കണ്ണിലൂടെ
ഈ ബെഡ്ഷീറ്റൊക്കെ നിരന്തരം മാറ്റി നല്ല പുതിയ ബെഡ്ഷീറ്റ് ജനൽ കർട്ടനൊക്കെ നല്ലതാക്കി മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ സ്പർശനത്തിലൂടെ ഈ നല്ല കാര്യങ്ങൾ അങ്ങനെ നല്ല ഭക്ഷണം, ചൂടുള്ള ഭക്ഷണം വൃത്തിയായി കഴിക്കുക, വായിലൂടെ ഇങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾ ചുറ്റുപാടുകളിൽ നിന്നും എനർജി എടുക്കാൻ നോക്കണം. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് ചുറ്റുമുള്ള ആളുകൾ. ഇവർ രണ്ട് തരത്തിലുണ്ട്. എനർജി വാമ്പയേഴ്സ് ഉണ്ട്. നിങ്ങളോട് സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ഷീണം തോന്നും. നിങ്ങളെ അവർ തളർത്തിക്കളയും, അവരുടെ വാക്കുകൾ കൊണ്ട്, ചിലപ്പോൾ നോട്ടങ്ങൾ കൊണ്ട്, ചിലപ്പോൾ അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ KSRTC ബസ്സിൽ പോകുന്നു, നിങ്ങൾ നടുക്കത്തെ സീറ്റിൽ ഇരിക്കുകയാണ്, അപ്പുറം ഇപ്പുറം വേറെ ആൾക്കാരുണ്ടെന്ന് കരുതുക. അല്ലെ വേണ്ട, നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നിരുന്നു, 2 പേരുള്ള സീറ്റ് വന്നിരുന്നു. ചിലപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആവും. അവർ നിങ്ങളൊന്നും പറയണ്ട, അവരടുത്ത് വന്നിരുന്നാൽ മതി, നിങ്ങൾ എന്തെന്നില്ലാത്ത തരത്തിൽ ഡൗൺ ആയി പോകും. ചില ആളുകൾ മുറിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ മുറി മൊത്തം ഒരു പ്രകാശം. ചില ആളുകൾ വന്നാൽ മൊത്തത്തിൽ ഇരുട്ട്. ഇതെന്താണ്? അവർ സഞ്ചരിക്കുന്നതിന് മുമ്പേ അവരുടെ എനർജി ഫീൽഡ് അത് നെഗറ്റീവ്ലി ചാർജ് ആണെങ്കിൽ അത് നിങ്ങളുടെ എനർജി ഫീൽഡിനെ ബാധിക്കുമ്പോൾ നിങ്ങൾക്കും നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. അതേപോലെ തന്നെയാണ് നിങ്ങൾ സംസാരിക്കുന്ന, നിരന്തരം ഇടപഴകുന്ന ആളുകൾ. നിങ്ങൾ നോക്കണം, അവർ എനർജി വാമ്പയറാണോ? നിങ്ങളോട് അവർ സംസാരിക്കുന്നത് കുശുമ്പ്, കുറ്റപ്പെടുത്തൽ, നിങ്ങളെ കുറ്റപ്പെടുത്തലോ മറ്റാരെങ്കിലും കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയോ, ഇനി അവരുടെ തന്നെ നിരന്തര സങ്കടം, എന്ത് ചെയ്യാനാടാ, ഒന്നും ശരിയാവണില്ല, ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റികളാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങളൊരു വലിയ കാര്യം പറയുമ്പോൾ ഒന്നല്ലേ ഒരു കളിയാക്കൽ, അല്ലെങ്കിൽ നിനക്ക് വേണോ എന്നുള്ള ചോദ്യങ്ങൾ, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ എനർജി ചോർത്തുന്ന ആൾക്കാരുണ്ടോ? 2 സാധനമുണ്ട് എനർജി പ്രൊവൈഡേഴ്സ്. നിങ്ങൾ ചിലയിടത്തു നിന്നും അവരുടെ കയ്യിൽ നിന്ന് പിടിക്കുമ്പോൾ കറണ്ട് അടിക്കും. അവരോട് സംസാരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചാർജായി വരും, എനർജി നിങ്ങൾക്ക് നൽകുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളത് എനർജി വാമ്പേഴ്സ് ആണോ, എനർജി പ്രൊവൈഡേഴ്സ് ആണോ? അപ്പോൾ 3 കാര്യങ്ങൾ: 1 നിങ്ങൾ തന്നെ, 2 നിങ്ങളുടെ ചുറ്റുപാടുകൾ, 3 നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ. ഇതിൽ 3ലും നിങ്ങളൊരു എനർജി ഓഡിറ്റ് നടത്തണം. എനർജി ഓഡിറ്റ്, അതാണ് ശരിക്കും ഇന്നത്തെ വിഷയം. ആ ഓഡിറ്റ് നടത്തി നിങ്ങൾ കണ്ടെത്തണം എവിടുന്നൊക്കെ നിങ്ങളുടെ ഊർജം നിങ്ങൾ ഇനി ഭാവിയിൽ സംരക്ഷിക്കണം, എവിടുന്നൊക്കെ ഓടി ഒളിക്കണം, എങ്ങോട്ടൊക്കെ ഒട്ടിച്ചേരണം. അപ്പോൾ സമയവും ഊർജവും നമ്മളുടേതാണ്. ഈ സമയവും ഊർജവും നിങ്ങൾ സംരക്ഷിച്ച് അതിനെ ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായി ഈ ലോകത്തിൽ ഒന്നുമില്ല കൂട്ടുകാരെ. അത് ജീവിതം കൊണ്ട് തെളിയിച്ച കുറേ കൂട്ടുകാരെ നിങ്ങൾക്ക് കാണുമ്പോൾ കൊല്ലം എറൈസിലേക്ക് വരിക. 1 ഡേ നമ്മൾ ഒരുമിച്ചുണ്ടാവും. ജീവിതത്തിൽ ലാൽജിയോടൊപ്പം കുറേ വർഷങ്ങളായി ഉള്ളവർ, കഴിഞ്ഞ പ്രോഗ്രാമുകളിൽ വന്ന് ജീവിതം മാറ്റിമറിച്ചവർ, കടത്തിൽ നിന്നും സമ്പത്തിലേക്ക് കുതിച്ചവർ, രോഗത്തിൽ നിന്നും ആരോഗ്യത്തിലേക്ക് കുതിച്ചവർ, തകർന്ന ബന്ധങ്ങളിൽ നിന്നും ബന്ധങ്ങളുടെ ഹാർമണി അനുഭവിക്കുന്നവർ, ഒന്നുമായില്ല ഒന്നുവരെന്ന് കരുതുന്ന ലോകം കീഴടക്കാൻ വേണ്ടി പറന്നു നടക്കുന്നവരൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിലുപരി അതിലൊരാളായി ചേർന്ന് നിങ്ങൾക്കും ജീവിതത്തിൽ പുതിയ കഥ രചിക്കണോ? ഇനി ഒന്നുമില്ല എന്ന് പറയരുത്. സമയവുമുണ്ട്, ഊർജവുമുണ്ട്. ബുദ്ധിപരമായി വിനിയോഗിച്ചാൽ മതി. അതിനുള്ള എല്ലാ തടസ്സങ്ങളെയും, 4 മേഖലയിലെ തടസ്സങ്ങൾ: മൈൻഡ്, ബോഡി, ഇമോഷൻ, സ്പിരിച്വൽ. ഇത് 4 നമ്മൾ എറൈസിൽ അഡ്രസ്സ് ചെയ്യും. തയ്യാറാണെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ വില്ലിങ്നെസ് അറിയിക്കുക. നമുക്കൊരുമിക്കാം നാളുടെ നന്മയ്ക്കായി. നിങ്ങൾക്ക് കോണ്ടൻറ്റുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.